കേരളത്തിൽ SIR-ന് പിന്നാലെ കരട് വോട്ടർ പട്ടിക 23 2 ദിവസം കഴിയുമ്പോൾ പ്രസിദ്ധീകരിക്കും. പക്ഷേ അതിന് മുന്നോടിയായി ഈ കരട് പട്ടികയിൽ നിന്ന് അതായത് ഒഴിവാക്കപ്പെടുന്നവർ, പുറത്തു പോകുന്നവരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ BLO-മാർക്ക് കണ്ടെത്താൻ കഴിയാത്തവർ, എന്യൂമറേഷൻ ഫോം തിരികെ നൽകാത്തവർ, അങ്ങനെ ഏതാണ്ട് 24 ലക്ഷത്തോളം പേർ ആ പട്ടികയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ തന്നെ മരിച്ചവരുണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായി സ്ഥലം മാറിപ്പോയവരുണ്ട്, അതുപോലെ തന്നെ എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ, അതായത് കണ്ടെത്താൻ കഴിയാത്ത കുറേയധികം ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ പട്ടിക നമ്മളൊന്ന് പരിശോധിച്ചപ്പോഴാണ് ചില ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് ഞങ്ങളുടെ റിപ്പോർട്ടർ സാജിദ് അജ്മൽ ഒരു പരിശോധന നടത്തി. അപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് പാലക്കാട്ടെ BJP ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ ഏറെയും അജ്ഞാത വോട്ടർമാരാണ് എന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കന്തറ, മൂത്താന്തറ പോലെയുള്ള BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിലുണ്ട്. അവിടെ നിന്ന് നിരവധി ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം അജ്ഞാത വോട്ടർമാരാണ്. ഇത് ആരാണെന്നോ എന്താണെന്നോ എവിടെയായിരുന്നെന്നോ ഒരു പിടിയുമില്ല. നോക്കൂ, ഇവരെല്ലാം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ എടുത്തു ഉയർത്തി പറയുന്ന വോട്ട് ചോരി, സമാനമായ വോട്ട് ചോരി പാലക്കാടും നടന്നിട്ടുണ്ടോ എന്ന സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്രയധികം വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടുള്ളത്. പക്ഷേ BJP ഒരക്ഷരം മിണ്ടുന്നില്ല, ഒരെതിർപ്പും ഇതുവരെ ഉയർത്തിയിട്ടുമില്ല. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ദൗസറിന് എന്ത് തോന്നുന്നു? അതൊരു വോട്ട് ചോരി തന്നെയല്ലേ? വോട്ട് ചോരി. ഞാൻ അതിൻ്റെ കുറച്ച് കണക്കുകൾ പറയാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ബോറാണ്, കേട്ടിരിക്കാൻ ബോറായിരിക്കും. പക്ഷേ എത്ര ബോറായാലും ഇത് പറയുകയല്ലാതെ രക്ഷയില്ല. ഇത് ആര് കേൾക്കുന്നില്ലെങ്കിലും BD സതീശനും MV ഗോവിന്ദനും കേൾക്കണം, ബിനോയ് വിശ്വവും PK കുഞ്ഞാലിക്കുട്ടിയും കേൾക്കണം എന്നാണ് ഞാൻ പറയുക. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 15-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഈ ദിവ്യ പറഞ്ഞതുപോലെ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. 23 ലക്ഷം ആളുകളാണ്, വോട്ടർമാരാണ് ഒഴിവാക്കപ്പെട്ടത്. അത് ASD ലിസ്റ്റ് എന്നാണ് പറയുക. ആബ്സെൻസ്, ഷിഫ്റ്റ്, ഡിലീഷൻ. അതിനകത്ത് ആദ്യം നമ്മൾ കാണേണ്ട കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള 11 അസംബ്ലി സെഗ്മെൻറ്റുകളുണ്ട്. 2-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള 9 അസംബ്ലി സെഗ്മെൻറ്റുകളുണ്ട്. ഈ അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് മൊത്തം കേരളത്തിൽ 23 ലക്ഷം ആളുകളാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഈ അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് 11, 9 20 അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ BJP 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ വന്ന അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. കഴക്കൂട്ടം, BJP 1-ാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻ്റ് എടുത്ത് കഴക്കൂട്ടത്ത് 43,395, വട്ടിയൂർക്കാവ് 54,163, നേമത്ത് 49,063, ആറ്റിങ്ങൽ 16,012, കാട്ടാക്കട 25,233, മണലൂർ 20,698, ഒല്ലൂർ 31,310, തൃശ്ശൂർ 30,417, ഇരിഞ്ഞാലക്കുട 17,576, പുതുക്കാട് 18,520, നാട്ടിക 23,595. ഇതാണ് BJP 1-ാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻറ്റുകൾ ഒഴിവാക്കപ്പെട്ട ആളുകൾ. ഇനി 2-ാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻറ്റുകൾ മഞ്ചേശ്വരം 17,000, ഇത് ബോറാണ്, പക്ഷേ ഞാൻ വായിക്കാതെ വിടില്ല ഞാൻ, 17,160, കാസർഗോഡ് 17,080, പാലക്കാട് 32,165, ഹരിപ്പാട് 14,276, കായംകുളം 17,834, വർക്കല 15,032, തിരുവനന്തപുരം ശ്രദ്ധിക്കണം കേട്ടോ, തിരുവനന്തപുരം 58,828, കോവളം 27,525, നെയ്യാറ്റിൻകര 26,904. നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് BJP നന്നായി പെർഫോം ചെയ്തിട്ടുള്ള അസംബ്ലി സെഗ്മെൻറ്റുകളാണ്. A ക്ലാസ്സിലാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ ചോദ്യം അതാണ്. എന്തുകൊണ്ട് ഇത്രയും അധികം ആളുകൾ ഒഴിവാക്കപ്പെട്ടു? രണ്ടാമത്തെ, ഇത്ര അധികം ആളുകൾ തങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ട് BJPക്ക് എന്താണ് ഒരു ആശങ്കയില്ലാത്തത്? നമ്മളെ RC ഒന്നും പറയുന്നില്ല, സുരേന്ദ്രൻ ഒന്നും പറയുന്നില്ല. തങ്ങൾ പ്രധാനമെന്ന് കരുതുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ ഒഴിവാക്കപ്പെട്ടു. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒന്നും പറയുന്നില്ല. VD സതീശനോ ഗോവിന്ദനോ കുഞ്ഞാലിക്കുട്ടിയോ ബിനോയ് വിശ്വ ഒന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരാരും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയോ ഇത് പഠിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നമ്മളിത് പഠിക്കാൻ തീരുമാനിക്കുന്നത്. നമ്മൾ പാലക്കാട് നിന്ന് തുടങ്ങി ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ വാർത്ത കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കാണേണ്ട കാര്യം, ഈ ലിസ്റ്റ് എഗൻ അതിനെ വിഘടിപ്പിക്കുന്നുണ്ട്. ASD ലിസ്റ്റിൽ വരുന്ന കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഓൾറെഡി എൻറോൾഡ്, എന്തുകൊണ്ടാണ് ഒഴിവാക്കപ്പെടുന്നവരുടെ ലിസ്റ്റ് എഗൻ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എൻറോൾഡ്, സംവെയർ എൽസ് എൻറോൾഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും.
വെച്ചാൽ BLOമാരാണല്ലോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. അൺട്രേസബിൾ ബാർ ആബ്സെൻറ്റ്, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൺട്രേസബിൾ, കണ്ടെത്താൻ കഴിയുന്നില്ല. അൺട്രേസബിൾ ആയിട്ടുള്ള ആളുകൾ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളെ, 10,000-കണക്കിന് ആളുകളെ ഇപ്പോൾ 2024 വോട്ട് ചെയ്ത ആളുകളെ 2025 യു കനോട്ട് ട്രേസ് ദം എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാത വോട്ടർമാരെവിടെ, ഈ ജിന്നുകൾ എവിടെ, എന്താണ് അൺട്രേസബിൾ ആയിട്ടുള്ള ആളുകൾ, അതാണ് ഒരു കാറ്റഗറി. പിന്നെ പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. പിന്നെ ഡെത്ത് എഗൈൻ ഒരു കാറ്റഗറിയാണ്, മരിച്ചുപോയാൾ. പിന്നെ രസകരമായ ഒരു കാറ്റഗറി ഉണ്ട്, EF റെഫ്യൂസ്ഡ്, എലിമിനേഷൻ ഫോം റെഫ്യൂസ് ചെയ്ത ആളുകൾ. എനിക്ക് തോന്നുന്നു മാവോയിസ്റ്റുകളോ മറ്റോ ആയിരിക്കും. ഞങ്ങളത് റെഫ്യൂസ് ചെയ്യാണ്, ഞങ്ങൾക്കത് വേണ്ട, ലിസ്റ്റിലുണ്ടാവും, ഓൾറെഡി ചിലപ്പോൾ പേരുണ്ടാവായിരിക്കാം, പക്ഷേ ഞങ്ങളത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മാവോയിസ്റ്റുകളായിരിക്കാം ഒരു പക്ഷേ, എനിക്കറിയില്ല. ഇത്രയും കാറ്റഗറീസിലാണെന്നില്ല. അത് നമ്മൾ പാലക്കാട് പരിശോധിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ദിവസങ്ങളും മറ്റ് മണ്ഡലങ്ങളും നമ്മൾ നിശ്ചയമായിട്ടും പരിശോധിക്കും, അത് പ്രേക്ഷകരെ അറിയിക്കും. അപ്പോൾ പാലക്കാട് പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞ BJPക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ബൂത്തുകളാണ്. ബൂത്ത് നമ്പർ 63 വടക്കന്തറ ഡോക്ടർ നായർ GUPS സ്കൂൾ. അവിടെ ഒരു ബൂത്തിൻ്റെ കഥയാണ് പറയുന്നത്. അവിടെ ആകെ ഒഴിവായത് 470 വോട്ടർമാർ ആ ബൂത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഇത് അപൂർവമാണ് കേട്ടോ, കേരളത്തിൽ മറ്റൊരു ഇങ്ങനെ കാണില്ല. ഇവനെ ഈ മണ്ഡലങ്ങൾ മാറ്റി നിർത്തി 470 വോട്ടർമാർ ഒഴിവായതിൽ 305 പേർ അൺട്രേസബിളാണ്. ഒരു ബൂത്തിൽ നിന്ന് 305 പേര് അൺട്രേസബിൾ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആരാണോ അവരെന്ന് അറിയില്ല. അതുകൊണ്ട് BLOക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 305 പേർ. വടക്കന്തറ ബൂത്ത് 62, അവിടെ മൊത്തം ഒഴിവായത് 443. മൊത്തം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഡെത്ത്, ഷിഫ്റ്റഡ്, EF എല്ലാം കൂടി. അതിൽ അൺട്രേസബിൾ കാറ്റഗറിയിൽ 246 പേർ. നോക്കൂ, 449 പേർ ഒഴിവാകുന്നു, അതിൽ 241. ഒരു ബൂത്ത് വടക്കന്തറ ബൂത്ത് 62. ബൂത്ത് നമ്പർ 36 അവിടെ 401 വോട്ടർമാരാണ് ഒഴിവായത്. അതിനകത്ത് 288 പേർ അൺട്രേസബിൾ. മൂത്താന്തറ ബൂത്ത് നമ്പർ 57 250 പേരാണ് ഒഴിവായത്, അതിൽ 148 അൺട്രേസബിൾ. വടക്കന്തറ ബൂത്ത് നമ്പർ 43 അവിടെ നിന്ന് ഒഴിവായത് 425 പേർ, അൺട്രേസബിൾ 321 പേർ. ഈ പറഞ്ഞ ബൂത്തുകളെല്ലാം BJPക്ക് വലിയ അപ്പർ ഹാൻഡുള്ള, വലിയ തോതിൽ BJP വോട്ട് വാങ്ങിയിട്ടുള്ള ഒരു 50-65% ആളുകൾ അൺട്രേസബിൾ ആണെന്നുള്ളതാണ്. ഒഴിവായതിൽ 50-65 മരണവും സംഭവിക്കാൻ ഷിഫ്റ്റ് ചെയ്യാതെ, പക്ഷേ 65%, 50 മുതൽ 65% വരെ ആളുകൾ അൺട്രേസബിൾ ആണെന്നുള്ളത്. ഞാൻ ഈ കണക്ക് മാത്രം ഇവിടെ വെക്കുകയാണ്. ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതേക്കുറിച്ച് ആലോചിക്കട്ടെ. ഇനി സംഭവിക്കാൻ പോകുന്നവർ ഇപ്പോൾ ആശ്വസിക്കാം, ആ വോട്ടൊക്കെ പോയല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാം. എവിടെയാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ പുതുതായി ചേർക്കുന്നൊരു പ്രക്രിയ ഇനി വരും, എൻ്റെ പുതിയ പട്ടിക വരും. അപ്പം നോക്കിക്കോ, മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ മണ്ഡലങ്ങളിലെല്ലാം അഭൂതപൂർവമായ വർധന, ഈ ജിന്നുകളെല്ലാം എവിടുന്നെങ്കിലും തിരിച്ചു വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം നന്ന ചുരുങ്ങിയത് ഇതൊന്ന് പഠിക്കാനെങ്കിലും സമയം കണ്ടെത്തണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതെന്താണ് ഇതൊരു ചർച്ചയാകാത്തത്? അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പം നോക്കൂ, ഇതിപ്പോൾ ഈ ആളുകളുടെ കാര്യം തൃശ്ശൂരിലേക്ക് പോയി നോക്കൂ. തൃശ്ശൂരിൽ നമ്മൾ ആദ്യം കൊണ്ടുവന്ന വാർത്ത എന്തായിരുന്നു? ഒരു ഫ്ലാറ്റിൽ 8 പേര് വോട്ട് ചെയ്തിരിക്കുന്നു. ആ ഫ്ലാറ്റ് ഉടമയ്ക്ക് അറിയില്ല ഇവരാരാണെന്ന്, ഈ 8 പേർക്ക് പരസ്പരം അറിയില്ല ഇവരൊക്കെ ആരാണെന്ന്. എന്നിട്ട് അതിൽ പരാതിയില്ലാത്ത ഒരേ ഒരു പാർട്ടി BJP ആണ്. BJPയുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ കള്ള വോട്ട് നടന്നിരിക്കുന്നു എന്ന പരാതി അന്നത്തെ ഞാൻ BJPയുടെ അനീഷ് കുമാറിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പരാതിയില്ല. അദ്ദേഹം നോക്കട്ടെ എന്നൊക്കെ പറയണം. ഒരു പ്രശ്നവും BJP സ്റ്റേറ്റ് ലെവലിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ ഉന്നയിച്ചിട്ടില്ല. CPI-ക്കാർ വലിയ തോതിലുള്ള പരാതിയുമായിട്ട് വന്നു, UDF അതിൽ പരാതിയുമായിട്ട് വന്നു. അതിനപ്പുറം പോയാൽ അത് എവിടെ എത്തി? CPIM എന്ന് പറഞ്ഞ കേരളത്തിലെ റൂളിംഗ് പാർട്ടി തൃശ്ശൂരിലെ വോട്ട് ചോരി ഒരു പ്രധാനപ്പെട്ട മേജർ വിഷയമാക്കി എടുക്കുകയോ അതിൻ്റെ പിന്നാലെ കൂടുകയോ അതൊരു പ്രക്ഷോഭ വിഷയമാക്കുകയോ ലീഗൽ പ്രശ്നമാക്കി മാറ്റുകയോ ചെയ്തോന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ ഈ പരാതിയില്ല. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലും പുറത്തും ഉയർത്തുവരുന്ന എല്ലാ പ്രശ്നങ്ങളിലും പരാതിയില്ലാത്ത ഏക കക്ഷി BJP ആണ്. പരാതിയില്ലാതെ വരുന്നതുകൊണ്ടാണ്. പരാതിയില്ലാത്ത ആൾ ബെനിഫിഷ്യറി ആയിരിക്കും. ബെനിഫിഷ്യറിക്കാണ് പരാതിയില്ലാത്തത്, ബാക്കി ആളുകൾക്ക് പരാതി ഉണ്ടാവുള്ളൂ. ഇതെന്തുകൊണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ എടുക്കുന്നില്ല എന്നുള്ള ക്വസ്റ്റൻ അവിടെയുണ്ട്. കേരളത്തിൽ വോട്ട് ചോരി നടക്കാനോ? ഇവിടെ ഇത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ പെനട്രേഷനുള്ള CPIM കോൺഗ്രസും ഒക്കെ ഉള്ള പാർട്ടികൾ, അപ്പോൾ ഇവിടെ അട്ടിമറിയൊന്നും നടക്കില്ലെന്നല്ല വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ വിചാരിച്ചുകൊണ്ടിരുന്നതിന് ഇടയിലൂടെയല്ലേ തൃശ്ശൂർ അങ്ങ് പോയത്. എത്ര വോട്ട് അവിടെ മാറ്റി ചെയ്തു. അതിനുശേഷം ഇപ്പം നടക്കുന്ന SIR നമ്മൾ സൂക്ഷ്മത പാലിച്ചാൽ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കോൺഗ്രസിന് അന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി വോട്ട് ചോരി നടത്തിയ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ചില സൈദ്ധാന്തികർ എഴുതിയത്
നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും കോൺഗ്രസിന് ഗ്രാസ് റൂട്ട് ലെവലിൽ ആളില്ല, ബൂത്തിലിരിക്കാൻ ആളില്ല, പാർട്ടി നിങ്ങളുടെ ശുഷ്കമാണ്. അതുകൊണ്ട് അവിടെ പലതും നടക്കും, അട്ടിമറി നടക്കും. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇവിടെ പാർട്ടി സുസജ്ജമായിട്ടുള്ള, CPIM സുസജ്ജമായിട്ടുള്ള ഒരു നാടല്ലേ കേരളം. ഇവിടെ എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ നഷ്ടപ്പെട്ടു പോയി? ഇവിടെ ഇങ്ങനെ ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്തു? ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ പാർട്ടികൾക്ക് താഴെ തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ടച്ചുള്ള പാർട്ടികൾക്ക് അറിയാൻ പറ്റാതെ പോയത്? കേരളം ഒരു വളരെ സുരക്ഷിതമായ സംസ്ഥാനമാണ്. ഇവിടെ ഭയങ്കര പൊളിറ്റിക്കലി നമ്മളെല്ലാവരും ഭയങ്കര വിജിലൻ്റ് ആണ്. ഇവിടെ വലിയ പാർട്ടികളുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. വെറുതെ വിചാരിക്കുകയാണ്. സംവിധാനം മൊത്തം അവരുടെയിലാണ്. തൃശ്ശൂരിലെ വോട്ടെടുപ്പിൻ്റെ അവസാനത്തെ പട്ടിക വന്നപ്പോൾ അന്നത്തെ കളക്ടറോട്, ഭരണാധികാരിയോട് പറഞ്ഞു, ഈ അന്ന് KP രാജേന്ദ്രൻ CPIയുടെ പരാതി കൊടുത്തു, ഇത് മൊത്തം പ്രശ്നമാണെന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ തൽക്കാലം വോട്ടർ പട്ടികയിലുള്ള എല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്നാണ്. എന്നിട്ട് അവസാനം എന്താ വന്നതെന്നറിയാലോ? അന്നും പരിശോധിച്ചില്ല കമ്മീഷൻ, ഇന്നും പരിശോധിക്കില്ല കമ്മീഷൻ എന്ന് ഓർക്കണം. കമ്മീഷൻ്റെ താല്പര്യം വളരെ വിസിബിൾ ആണ് അവിടെ നിന്ന് കാണുക. അപ്പോൾ അധികാരം, സംവിധാനം അവരുടെ കയ്യിലാണ്, അവരതുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾക്കതിനെ പൊളിറ്റിക്കലി ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി ചെറുക്കുമെന്ന് പറഞ്ഞില്ല, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഈ സമയം. വേറൊന്ന്, BJP വോട്ട് ചോരി നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഉത്തർപ്രദേശിലെയോ അല്ലെങ്കിൽ ഹരിയാനയിലെയോ ഒക്കെ ഉള്ള ഒരു പരിപാടി മാത്രമാണെന്നല്ല. BJP ഒരു നാഷണൽ പാർട്ടിയാണ്. അവർക്കൊരൊറ്റ മോഡസ് ഓപ്പറണ്ടിയാണ് എല്ലായിടത്തും ഉള്ളത്. അത് തൃശ്ശൂരിലും കാണാം, ഉത്തർപ്രദേശിലും കാണാം, അല്ലെങ്കിൽ ഹരിയാനയിലും എല്ലായിടത്തും കാണാം. അതിൻ്റെ സമാനമായ സംഗതിയാണ് കാണുന്നത്. പലയിടത്തും വോട്ട്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹരിയാന എപ്പിസോഡ് വിശദീകരിക്കുന്ന ഒരു ദീർഘമായ വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുകയാണ്. അതിൽ ഇല്ലാത്ത വോട്ടർമാർ വോട്ട് ചെയ്യുകയാണ്. അതാണ് ബ്രസീലിയൻ യുവതി 22 സ്ഥലത്ത് വോട്ട് ചെയ്തു. അങ്ങനെ ഒരു വോട്ടർ ഇവിടെ ഇല്ല. 22 സ്ഥലത്തും പക്ഷേ അവർ വോട്ട് ചെയ്യുന്നുണ്ട്. ഒരാളുടെ പേരിലുള്ള 100-120 കാർഡുകൾ അടിച്ചിറക്കുന്നു. അവരെല്ലാവരും വോട്ടർ പട്ടികയിൽ ഇടുന്നു, എല്ലായിടത്തും വോട്ട് ചെയ്യുന്നു. ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറഞ്ഞില്ലേ, ഞങ്ങൾ തൊഴിൽ സുരക്ഷാ പദ്ധതി, ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങളങ്ങോട്ട് നിർത്തും, ഞങ്ങൾ തരുന്നില്ല പൈസ. ഇത്രയും ഇന്ത്യൻ സമ്പദ്ഘടനയെ, ഇന്ത്യൻ സാമ്പത്തിക ഭൂപ്രകൃതിയെ ഇത്രയും സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഗതിയില്ല. ഇത്രയും ആളുകളെ സ്വയം പര്യാപ്തരാക്കി, ഇത്രയും ആളുകളെ ഈ ദുരിതപൂർണമായ കുടിയേറ്റം പോലും തടഞ്ഞിട്ടുള്ള തരത്തിൽ സാമ്പത്തികമായി നമ്മുടെ നാടിനെ ഇൻഫ്ലുവൻസ് ചെയ്ത പദ്ധതിയാണ്. അതങ്ങോട്ട് നിർത്തി. ഇനി തരുന്നില്ലെന്നോ പൈസ? അതിന് മോദിയുടെ കോൺഫിഡൻസ് എന്താണ്? നീ ഒന്നും തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളതല്ലേ? അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആശയവും പദ്ധതിയും ഏതാണെന്ന് മനസ്സിലാക്കാനും ചെറുക്കാനും എന്തുകൊണ്ട് കഴിയുന്നത്? എനിക്കിപ്പോഴും കേരളത്തിലത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമാക്കി. ഇപ്പം അന്ന് എനിക്ക് അതായത് കേരളത്തിലെ ഒരു പാർട്ടി നിലയ്ക്ക് CPM-നൊക്കെ ആ കാര്യത്തിൽ കൂടുതൽ പണിയെടുക്കാനെന്ന് ഞാൻ പറയാം. ദേശാഭിമാനിയിൽ പ്രധാനപ്പെട്ട വാർത്ത പോലും ആയില്ല രാഹുലിൻ്റെ ഹരിയാന വാർത്താ സമ്മേളനം. അത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള എന്തൊരു സംഗതിയാണ് ഈ വോട്ട് ചോരി. അതിൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിറ്റ് അദ്ദേഹത്തിന് പോകും എന്നുള്ള ഈഗോയും കോംപ്ലക്സിൽ ഇരിക്കാൻ പറ്റിയ സമയമൊന്നുമല്ല. ഇത് ആത്യന്തികമായി പാർട്ടി ഉണ്ടാവണമെങ്കിൽ ഭരണം വേണമെന്ന് വിചാരിച്ചാണല്ലോ പല അതിക്രിയകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ചെയ്തിട്ടും കാര്യമില്ല. വേറെ വഴിക്കൂടെ സംഗതി പോകുമെന്നാണെങ്കിൽ കുറച്ചൊരു വിജിലൻ്റ് ആവാനും ശ്രദ്ധിക്കാനുള്ള സമയമാണെന്ന് കരുതുക. BJP എന്ന് പറയുന്നത് പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ചുമ്മാ അല്ല എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. യെസ്, കേരളത്തിൽ ഈ പറയുന്ന വോട്ട് ചോരിയൊന്നും നടക്കില്ല എന്നൊക്കെയാണ് കരുതുന്നത് എങ്കിൽ അത് തെറ്റാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മതിമറക്കുകയാണ് UDF എങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിരാശരായിരിക്കുകയാണ് LDF എങ്കിൽ നിങ്ങൾ ഉണർത്തു പ്രവർത്തിക്കേണ്ട സമയമാണ്. അതുണ്ടായില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം അത് അട്ടിമറിക്കപ്പെടുമെന്ന് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ജാഗ്രതയുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു.